നോമ്പിന്റെ രണ്ടാം വെള്ളിയാഴ്ച നമ്മുടെ ആത്മീയ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ആദ്യ ആഴ്ചയിലെ ഉത്സാഹം കുറഞ്ഞു തുടങ്ങുന്ന ഈ സമയത്ത് കൂടുതൽ ആഴത്തിലുള്ള ഒരു രൂപാന്തരീകരണത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുന്നു. രണ്ടാം വെള്ളിയാഴ്ച, കുരിശിന്റെ തണലിലെ രൂപാന്തരീകരണം. ഈ ആഴ്ചയിലെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് താബോർ മലയിലെ ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്. എന്നാൽ ആ മഹത്വത്തിലേക്ക് എത്തുന്നതിന് മുൻപ് നാം കടന്നു പോകേണ്ടത് കുരിശിന്റെ വഴികളിലൂടെയാണ്. 1. മലകയറ്റം തുടരുക. നോമ്പുകാലം ഒരു മലകയറ്റം പോലെയാണ്. മുകളിലേക്ക് പോകുന്തോറും കിതപ്പ് കൂടും, ഭാരം കുറയ്ക്കേണ്ടി വരും. നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, പക, അമിതമായ ലൗകിക മോഹങ്ങൾ എന്നീ ഭാരങ്ങൾ ഇറക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ആത്മീയ ഔന്നത്യത്തിലെത്താൻ സാധിക്കൂ. ഈ വെള്ളിയാഴ്ച ഉപേക്ഷിക്കേണ്ട ഭാരങ്ങളെക്കുറിച്ച് നമുക്ക് ആത്മപരിശോധന നടത്താം. 2. മുറിവേറ്റവരിലെ ക്രിസ്തു. വെള്ളിയാഴ്ചകൾ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. ഇന്ന് ക്രിസ്തുവിന്റെ മുറിവുകൾ നാം കാണുന്നത് നമ്മുടെ ചുറ്റുമുള്ള വേദനിക്കുന്നവരിലൂടെയാണ്. ഒരു രോഗിയെ സന്ദർശിക്കാനോ വിശക്കുന്നവന് ഭക്ഷണം നൽകാനോ സാധിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ കുരിശിനെ ചുംബിക്കുകയാണ് ചെയ്യുന്നത്. 3. പ്രാർത്ഥനയുടെ ശക്തി. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയെന്നാൽ വെറും വാക്കുകളല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രകാശത്തിന് മുന്നിൽ നമ്മുടെ ഹൃദയത്തെ തുറന്നുവെക്കലാണ്. പ്രാർത്ഥന. നാഥ, ഈ രണ്ടാം വെള്ളിയാഴ്ചയിൽ ഞാൻ അങ്ങേ അരികിൽ വരുന്നു. എന്റെ ജീവിതത്തിലെ ഇരുളടഞ്ഞ ഭാഗങ്ങളിൽ അങ്ങേ പ്രകാശം ചൊരിയണമേ. കഷ്ടപ്പാടുകളെ ഭയപ്പെടാതെ അവയെ വിശുദ്ധീകരണത്തിനുള്ള വഴികളായി സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ നോമ്പും പ്രാർത്ഥനയും വഴി ഞാൻ അങ്ങയോട് കൂടുതൽ അടുക്കട്ടെ. ആമേൻ.